ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അത് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല വീഡിയോ ഇഷ്ടമാവുക വെച്ചാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. എന്താണെന്നറിയോ, നമുക്ക് ലൈക്കൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ലൈക്ക് തരാനും പലർക്കും മടിയാണോ, അതോ മറന്നു പോവാണോ, അതോ വീഡിയോ ഇഷ്ടമാവാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാനൊരു പ്രചോദനം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഫെലനോപ്സിസിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, നിറയെ പുള്ളിയും കുത്തും പൊടിയും ചളിയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫംഗസൈഡൊക്കെ കൊടുക്കുന്ന സമയത്ത് പറ്റി പിടിച്ച് പോണതാണ്. മാത്രമല്ല ഇപ്പോൾ നല്ല പൊടിയുടെ കാലം തുടങ്ങുകയാണ്, മഴയൊക്കെ അവസാനിച്ചു. ഇനി നിറയെ പൊടിയും അന്തരീക്ഷം മൊത്തം ഒരു പൊടി, എന്താ പറയുക, പൊടിയിൽ മുങ്ങിക്കിടക്കുന്ന സമയമാണ് ഇനി വരാൻ പോണത്. അപ്പോൾ നമ്മുടെ ലീഫുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ശ്വസിക്കാനും അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറൊക്കെ വലിച്ചെടുക്കാനൊക്കെ ഉള്ളൊരു പവർ വരുള്ളൂ. അപ്പോൾ ഞാൻ 15 ദിവസത്തിലൊരിക്കൽ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാകുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാനൊന്നും കഴിയൂല. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് കുറച്ച് പ്ലാന്റുകൾ എടുത്തിട്ട് അങ്ങനെ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ കുറച്ച് ഫെലനോപ്സിസിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയതാണ്. സാധാരണ ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ലീഫുകളൊക്കെ തുടച്ച് വൃത്തിയാക്കാറുള്ളത്. അതായത് 5 ml ഹൈഡ്രജൻ പെറോക്സൈഡും ഒരു 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് തുടച്ചെടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ അടുത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് തീർന്നുപോയി. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ വേറൊരു സാധനമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സാനിറ്റൈസറാണ് കേട്ടോ. ഞാനിവിടെ ലൈഫ് ബോയുടെ ജെൽ സാനിറ്റൈസറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള സാനിറ്റൈസർ അതെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഈ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ സാനിറ്റൈസർ എടുക്കുമ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഹാൻഡ് സാനിറ്റൈസറാണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് കൂടിപ്പോവുകയൊന്നും ചെയ്യരുത്. നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് എടുക്കണമെങ്കിൽ അതിലേക്ക് ഒരു 5 ml ഒക്കെ മതിയാകും. അതല്ല, അതിൽ കുറവാണ്, ഒരു 1/2 ലിറ്ററൊക്കെയാണ് വെള്ളം എടുക്കണമെങ്കിൽ അത് 2.5 ml ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കോട്ടൺ ഉപയോഗിച്ചിട്ടാണ് തുടക്കണത്. ഈ സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാണികളുടെ അറ്റാക്ക് നന്നായിട്ട് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ ലീഫും തുടച്ച് കഴിയുമ്പോഴാണ് അതിന്മേ എത്രത്തോളം പൊടിയും ചളിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവണത്. ഇതേപോലെ നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ ലീഫുകളും തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. നല്ല ഭംഗിയാവും അപ്പോൾ നമ്മളെ പ്ലാന്റ് കാണാൻ. ഒരുപാട് പ്ലാന്റുകളുള്ളവർക്ക് ഇതൊരു ടാസ്ക് ആകും. പക്ഷേ പ്ലാന്റിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, നമ്മുടെ പ്ലാന്റ് നല്ല ഭംഗിയിലും ഷൈനിങ്ങിലൊക്കെ എപ്പോഴും നല്ല ഭംഗിയിലിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പണിയല്ല കേട്ടോ. ഞാൻ 15 ദിവസത്തിലൊരിക്കൽ എന്തായാലും ചെയ്യാറുണ്ട്. ഒന്നിച്ച് ചെയ്തില്ലെങ്കിലും ഓരോ ദിവസം, ഇപ്പോൾ ഒരു ദിവസം 5 എണ്ണം, അടുത്ത ദിവസം 5 എണ്ണം, അങ്ങനെയൊക്കെ ആവും ചെയ്യുക. എന്നാലും 15 ദിവസത്തിലൊരിക്കൽ എല്ലാ പ്ലാന്റിൻ്റെ അടുത്തും ഞാൻ എത്താറുണ്ട്.
അപ്പോൾ ഞാൻ തുടയ്ക്കാനെടുത്ത് വെച്ച പ്ലാന്റുകളൊക്കെ ഇന്ന് തുടച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ കളർ കാണണ്ടേ, ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.